everyone, welcome back to Success Academy's YouTube channel. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ഇയറിൽ നടന്ന ഫേസ് 11 എക്സാമിൻ്റെ 10th ലെവലിലെയും ഡിഗ്രി ലെവലിലെയും ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ സെയിം എക്സാമിൻ്റെ +2 ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്, ആ ഒരു എക്സാമിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ 52 × 52 - 48 × 48. എന്താണ്? 52ൻ്റെ സ്ക്വയറിൽ നിന്ന് 42ൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. ഇതെങ്ങനെ വേണം ചെയ്യാൻ? ഇത് x² - y² ഫോമിലാണ് എടുക്കുന്നത്. x² - y² എക്സ്പാൻഷൻ എന്താണ്? x - y × x + y. അപ്പോൾ ഇതെങ്ങനെ വരും? 52 - 48 × 52 + 48. അല്ലാതെ 52ൻ്റെ സ്ക്വയർ കണ്ട് പിന്നെ 48ൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൽ നിന്ന് കുറയ്ക്കാൻ നിൽക്കരുത്. ഇങ്ങനെ ചെയ്യുക. അപ്പോൾ 4 × 100. ആൻസർ എത്രയാണ്? 400 എന്ന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. മോഹൻ പർച്ചേസസ് എ ടേബിൾ അറ്റ് ആൻ MRP of ₹800 at a discount of 10%. If he sells it at ₹900, then the profit percentage is. MRP 800 രൂപയുള്ള സാധനം മോഹൻ 10% ഡിസ്കൗണ്ടിലാണ് വാങ്ങിക്കുന്നത്. വാങ്ങിച്ചതിന് ശേഷം 900 രൂപയ്ക്ക് ഇത് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും പ്രോഫിറ്റ് കിട്ടുക? അപ്പോൾ MRP 800 ആണെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാണും? 800 × 800. അപ്പോൾ എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. 800 × 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് എന്ത് ചെയ്താൽ മതി? 9/10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ 9/10 വരുന്നത്? 10% പ്രോഫിറ്റിന് ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/10 എന്ന് വരും. അപ്പോൾ ഇതിൽ 10നെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 10നെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സെല്ലിംഗ് പ്രൈസ് എന്താകും? ഡിനോമിനേറ്റർ മൈനസ് ന്യൂമറേറ്റർ. 10 - 1 9 എന്ന് വരും. അപ്പോൾ 10 മാർക്കറ്റ് പ്രൈസ് 10. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ ആണ് 800. അപ്പോൾ 10 യൂണിറ്റ് 800 ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വരും? 800/10. നമുക്ക് കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എത്ര യൂണിറ്റ് ആണ്? 9 യൂണിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 800/10 × 9. അങ്ങനെയാണ് നമുക്ക് 9/10 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതിയേക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ 720 എന്നാണ് സെല്ലിംഗ് പ്രൈസ് കിട്ടുക. അതായത് മോഹനെ സംബന്ധിച്ച് 720 എന്താണ്? മോഹന് ചിലവായ തുക. അപ്പോൾ മോഹനെ സംബന്ധിച്ച് കോസ്റ്റ് പ്രൈസ് ആണ് 720. ഇനി എത്ര രൂപയ്ക്കാണ് ഇത് വീണ്ടും വിൽക്കുന്നത്? 900 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് = സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് × 100. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ എത്രയാണ്? 900ൽ നിന്ന് 720 കുറയ്ക്കുമ്പോൾ 180 എന്ന് ആൻസർ വരും. ഡിവൈഡ് ബൈ 720 × 100. 0 - 0 കട്ട് ചെയ്തു. 18 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 4. 100/4 എത്രയാണ്? 25%. ഓപ്ഷൻ 1 ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്തത്. A, B and C can do a piece of work in 20 days, 30 days and 60 days respectively, working alone. How soon the work can be done if A is assisted by B and C each on every alternate day? എയും ബിയും സിയും ഒറ്റയ്ക്ക് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ 20 ദിവസം, 30 ദിവസം, 60 ദിവസം ഇങ്ങനെയാണ് സമയം എടുക്കുക. പക്ഷെ ഇവരെങ്ങനെ ചെയ്യുന്നത്? ആദ്യത്തെ ദിവസം എ ചെയ്യും, എനെ ബി അസിസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ദിവസം എനെ സി അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു സൈക്കിൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് എത്ര ദിവസം വേണ്ടി വരും? ആദ്യം എ, ബി, സി എഴുതിയിട്ട് അവരുടെ ഡേയ്സ് എഴുതുക. 20, 30, 60. ഇനി ഇവരെ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ LCM ആയിട്ട് വരുന്ന വാല്യൂവിന് ടോട്ടൽ വർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. ഇത് നമ്പർ ഓഫ് ഡേയ്സ്, ടോട്ടൽ വർക്ക്. അപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? അതായത് എഫിഷ്യൻസി = ടോട്ടൽ വർക്ക് ബൈ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. അപ്പോൾ എഫിഷ്യൻസി എത്ര വരും? 60/23, 60/32, 60/61. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേ എ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 യൂണിറ്റ് വർക്കായി. പ്ലസ് ആര് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്? ബി അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ബീൻ്റെ എഫിഷ്യൻസി 2 ആണ്. അങ്ങനെ ആദ്യത്തെ ദിവസം 5 യൂണിറ്റ് വർക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം എ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടെ സി ആണ് അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 യൂണിറ്റ് വർക്കായി. അപ്പോൾ എന്തായി? ആദ്യത്തെ 2 ദിവസം കൊണ്ട് ടോട്ടൽ 5 + 4 9 വർക്കായി. മൊത്തം എത്ര ചെയ്യണം? 60 വർക്ക് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? 9ൻ്റെ ഏത് മൾട്ടിപ്പിളാണ് 60യുടെ അടുത്ത് വരിക നോക്കാം. അപ്പോൾ 9 × 6 54 ആണ് 60യുടെ ഏറ്റവും അടുത്തുള്ള മൾട്ടിപ്പിൾ. അപ്പോൾ ഇവിടെ × 6 ചെയ്യുക. അപ്പോഴാണ് നമുക്ക് 54 കിട്ടുക. അതേപോലെ ഇവിടെ 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
നമ്പർ ഓഫ് ഡേയ്സിലും 6 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയായി? 12ആയി. അതായത് 12 ദിവസം കൊണ്ടാണ് 54 യൂണിറ്റ് വർക്ക് ചെയ്ത് തീർക്കുന്നത്. ഇനി എത്ര യൂണിറ്റ് ബാക്കിയുണ്ട്? 6 യൂണിറ്റ് വർക്ക് ബാക്കിയുണ്ട്. ഇനി 13ാമത്തെ ദിവസം ആരാ ഇനി വർക്ക് ചെയ്യുന്നത്? എയും ബിയും കൂടിയിട്ട് 5 യൂണിറ്റ് വർക്കാണ്. അപ്പോൾ 54 + 5 എന്ന് പറയുന്നത് 59 ആയി. 13 ദിവസം കൊണ്ട് 59 യൂണിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 1 യൂണിറ്റ് വർക്ക് ബാക്കിയുണ്ട്. അടുത്ത ദിവസത്തെ എഫിഷ്യൻസി എങ്ങനെ വരും? എയും സിയും കൂടി 4 വരും. പക്ഷെ നമുക്ക് ഫുള്ള് വേണോ? വേണ്ട. നമ്പർ ഓഫ് ഡേയ്സ് എങ്ങനെ വരും? നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. ഇനി ബാക്കിയുള്ള വർക്ക് എന്ന് പറയുന്നത് 1 ആണ്, എഫിഷ്യൻസി 4 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ദിവസം വന്നു? ആദ്യമേ കിട്ടിയ 13ഉം ഇപ്പോൾ കിട്ടിയ 1/4ഉം. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എത്ര വന്നു? ആദ്യത്തെ 13, 1/4. ഇതിനെ നമ്മൾ സാധാരണ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 13 × 4 52 ആണ്. 52 + 1 53. 53/4 ഡേയ്സ് ആണ് ഫൈനൽ ആൻസർ കിട്ടുക. ഓപ്ഷൻ നമ്പർ 4 മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ₹2 lakh for 3 years at a rate of 8% per annum? സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്, 3 വർഷമാണ്, 8% പലിശ. സിമ്പിൾ ഇൻട്രസ്റ്റ് നേരെ കണ്ടാൽ മതി. എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PNR ഡിവൈഡഡ് ബൈ 100. ഇതിൽ പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ, n നമ്പർ ഓഫ് ഇയേഴ്സ്, 6 റേറ്റ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 lakh എന്ന് പറയുമ്പോൾ 2 5 0 ഇൻറ്റു 3 years 8 റേറ്റ് ഡിവൈഡ് ബൈ 100. 0 കട്ട് ചെയ്ത് പോയി. 3 × 8 24 ആണ്. 24 × 2 എന്ന് പറയുമ്പോൾ 48. കൂടെ എത്ര 0 ഉണ്ട്? 3 0. ഓപ്ഷൻ 4 ഓക്കെ അല്ലേ? അടുത്തത്, എ സം ഓഫ് ₹84,000 is deposited in a bank on simple interest at the rate of 15% for the period of 3 years. How much simple interest will be received? നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. ഈക്വൽ ടു പി നേരെ എഴുതാണ്. 84,000 ഇൻറ്റു എൻ എത്രയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് 3 വർഷം, 15% ആണ് പലിശ, ഡിവൈഡ് ബൈ 100. 0 കട്ട് ചെയ്തു. 840 ഇൻറ്റു 3 ഇൻറ്റു 15 ചെയ്യുമ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്? 37,800 രൂപ. ഓപ്ഷൻ നമ്പർ 3 ഓക്കെ ആണല്ലോ. അടുത്തത്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places ഈസ് 1,200 kilometers. To cover this distance, a person X takes 5 hours lesser than another person Y, whose average speed is 40 kilometers lesser than that of X. The time taken by Y to complete the travel is. ഒരു ഡിസ്റ്റൻസ് 1200 കിലോമീറ്റർ ആണ്. ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിന് വൈനേക്കാൾ 5 മണിക്കൂർ കുറവ് സമയം മതി. അതേപോലെ തന്നെ എക്സിൻ്റെ സ്പീഡ് വൈനേക്കാളും എത്ര km/h കൂടുതലാണ്? 40 km/h കൂടുതലാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ വൈൻ്റെ സ്പീഡ് എക്സിനേക്കാളും 40 km/h കുറവാണ്. അങ്ങനെയാണെങ്കിൽ വൈ ഈ ഒരു ജേർണി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും? അപ്പോൾ നമ്മൾ കൺവെൻഷനലി ചെയ്യുകയാണെങ്കിൽ ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്യാനുണ്ട്. അതല്ലാതെ ഏറ്റവും പെട്ടെന്ന് നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന സ്പീഡും ടൈമും അങ്ങനെ തന്നെ എഴുതാം. സ്പീഡ് എത്രയാണ്? 40 കിലോമീറ്റർ ഇൻറ്റു ടൈം പറഞ്ഞേക്കുന്നത് 5 മണിക്കൂർ എന്നാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് 5 മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ ലേറ്റ് ആണ്, അല്ലെങ്കിൽ വൈനേക്കാളും കുറച്ച് സമയം 5 മണിക്കൂർ കുറച്ച് മതി എക്സിന്. സ്പീഡാണെങ്കിൽ വൈക്ക് എക്സിനേക്കാളും 40 km/h കുറവാണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സ്പീഡും ടൈമും എടുക്കുക. 40 × 5 ഈക്വൽ ടു ഡിസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യാം. 0 ക്യാൻസൽ ചെയ്തു. 20 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 യൂണിറ്റ് 6 എന്ന് കിട്ടും. ഇങ്ങനെ 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 6നെ 2 സംഖ്യകളുടെ മൾട്ടിപ്പിൾ ആക്കി എഴുതാം. 2ഉം 3ഉം. ഇത് എഴുതുമ്പോൾ ഈ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് മിനിമം ആയിരിക്കണം. ഇപ്പോൾ 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡിഫറൻസ്. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1 × 6 ആണ്. അപ്പോൾ 2ഉം 3ഉം എഴുതി. ഇനി ഇത് ടൈമിൻ്റെ റേഷ്യോ എന്ന് വിചാരിക്കാം. ഓക്കെ, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ എങ്ങനെയാണ് ഡിസ്റ്റൻസ് പറഞ്ഞേക്കുന്നത്? എക്സ് ആണെങ്കിലും വൈ ആണെങ്കിലും 1200 കിലോമീറ്റർ തന്നെയാണ് 2 കേസിലും ഒരു കവർ ചെയ്യുന്നത്. അതിൻ്റെ മീനിങ് എന്താണ്?
ഡിസ്റ്റൻസ് ഈ ഒരു കേസിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയി പോയി. പിന്നെ ആരൊക്കെയാണ് വേരി ചെയ്യുന്നത്? സ്പീഡും ടൈമും ആണ് വേരി ചെയ്യുന്നത്. എങ്ങനെ റിലേഷൻ വരിക? സ്പീഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പോൾ ടീൻ്റെ റേഷ്യോ നമ്മൾ 2:3 എന്ന് എടുത്തു കഴിഞ്ഞാൽ സ്പീഡിൻ്റെ റേഷ്യോ എന്ത് വരും? നേരെ തിരിച്ച് വരും. കാരണം ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതെപ്പോഴും അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പോൾ 2:3 ആണ് ടൈമിൻ്റെ റേഷ്യോ എങ്കിൽ സ്പീഡിൻ്റെത് എങ്ങനെ വരും? 3:2. അപ്പോൾ നമുക്ക് സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ 2 × 3 6 കിട്ടി, ഇവിടെ 3 × 2 6 കിട്ടി. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസിൻ്റെ കിട്ടുന്ന യൂണിറ്റ് അല്ലെങ്കിൽ ആ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമുക്ക് ചോദിച്ചേക്കുന്നത് ടൈമാണ്. ഇവിടെ നമ്മൾ സ്പീഡിൻ്റെ റേഷ്യോ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ T = 2:3 ആണ്. ഇതിൽ ആർക്കാണ് സമയം കുറവ് വേണ്ടത്? എക്സിനാണ് സമയം കുറവ് വേണ്ടത്. അപ്പോൾ ഇത് എക്സും ഇത് വൈയും ആണ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 യൂണിറ്റ്. അതായത് 1 യൂണിറ്റ് സമയമാണ് വൈനേക്കാളും എക്സ് എടുക്കുന്നത്. അപ്പോൾ ശരിക്കും എത്രയാണ് ഈ വാല്യൂ? അതായത് ഇവർ തമ്മിലുള്ള സമയത്തിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 5 മണിക്കൂറാണ്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 5 മണിക്കൂറാണ്. ചോദിച്ചിരിക്കുന്നത് വൈക്ക് എത്ര സമയം വേണമെന്നാണ്. വൈക്ക് എത്ര സമയം വേണം? 3 യൂണിറ്റ് വേണം. 1 യൂണിറ്റ് 5 ആണെങ്കിൽ 3 യൂണിറ്റ് എത്ര വരും? 3 × 5 15. 15 മണിക്കൂറാണ് എന്ത് ചെയ്യുക? വൈക്ക് എടുക്കുക. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് നമുക്ക് ഇത് വേഗം ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ കൺവെൻഷനലി ചെയ്യുകയാണെങ്കിൽ സ്പീഡ് എക്സിനല്ലേ കൂടുതൽ. ഇവർ എൻ്റെ സ്പീഡിൻ്റെ ഡിഫറൻസ് എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്? 40 km/h ആണ്. സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് 1200 ആണ്. ഇവിടെയും ഡിസ്റ്റൻസ് 1200 ആണ്. ഇനി സമയം വൈൻ്റെത് എക്സ് എന്ന് വിചാരിക്കാം. വൈൻ്റെ സ്പീഡ് എക്സ് ആണെങ്കിൽ വൈൻ്റെ ടൈം എക്സ് ആണെങ്കിൽ എക്സിൻ്റെ എത്ര വരും? വൈൻ്റെ എത്രയാണോ അതിനേക്കാൾ 5 മണിക്കൂർ കുറവ്. അപ്പോൾ എക്സ് - 5 എന്ന് വരും. ഈക്വൽ ടു എത്രയാണ്? 40 km/h. 40 എല്ലായിടത്തും കട്ട് ചെയ്യുമ്പോൾ 30 31. അപ്പോൾ 30 x - 5 മൈനസ് 30 x = 1 കിട്ടി. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സിന് വാല്യൂ ഓപ്ഷൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് വൈൻ്റെ സ്പീഡാണ്, വൈൻ്റെ ടൈമാണ്, അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ 15 hours ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? 30/15 - 5 മൈനസ് 30/50 ഈക്വൽ ടു 30/10 മൈനസ് 30/15. അതായത് 3 - 2 = 1. ഇവിടെ നമുക്ക് എത്ര തന്നെ വന്നേക്കുന്നത്? 1 തന്നെ വന്നേക്കുന്നത്. ഈ 15 ഇട്ട് നമ്മൾ ഈക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ എത്ര തന്നെ വന്നേക്കുന്നത്? 1 തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് ഓപ്ഷൻ 2 ആണ്. 15 hours ആണ് ആൻസർ. അതായത് നമ്മൾ ഇക്വേഷൻ എഴുതുക, ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. ഏത് ഓപ്ഷൻ ഇടുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത ദിവസത്തിലേക്ക് പോവാം. A goods train traveling at a constant speed crossed 2 persons walking in the same direction as that of the train in 11.6 seconds and 11.8 seconds respectively. The first person was walking at 5.85 km/h while the second was walking at 6.3 km/h. What was the speed of the train in km/h? ഒരു ഗുഡ്സ് ട്രെയിൻ 2 ആൾക്കാരെ ക്രോസ് ചെയ്യാണ്. രണ്ടുപേരും എങ്ങനെ ട്രാവൽ ചെയ്യുന്നത്? ട്രെയിനിൻ്റെ ഡിറക്ഷൻ ഏതാണോ സെയിം ഡിറക്ഷനിൽ കൂടിയാണ് പോകുന്നത്. രണ്ടുപേരെയും ക്രോസ് ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. 11.6 സെക്കൻഡും 11.8 സെക്കൻഡും. ആദ്യത്തെ ആൾ നടക്കുന്ന സ്പീഡ് മണിക്കൂറിൽ 5.85 കിലോമീറ്ററും രണ്ടാമത്തെ ആളാണെങ്കിൽ മണിക്കൂറിൽ 6.3 കിലോമീറ്ററുമാണ്. കാണേണ്ടത് എന്താണ്? ട്രെയിനിൻ്റെ സ്പീഡ്. ഇതിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയം എങ്ങനെ കാണുന്നത്? ടൈം = L / റിലേറ്റീവ് സ്പീഡ്. L എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ആണ്. റിലേറ്റീവ് സ്പീഡ് എന്ന് ഇവിടെ എങ്ങനെ റിലേറ്റീവ് സ്പീഡ് വരിക? ഇവർ രണ്ടുപേരും സെയിം ഡയറക്ഷനിൽ പോയി എന്ന് പറയുന്നത്. സെയിം ഡയറക്ഷനിലാണെങ്കിൽ സ്പീഡിൻ്റെ ഡിഫറൻസ് ആയിരിക്കും റിലേറ്റീവ് സ്പീഡ്. സ്പീഡ് ഓഫ് ട്രെയിൻ മൈനസ് സ്പീഡ് ഓഫ് ദ മാൻ. അപ്പോൾ നമുക്ക് 2 കേസിൽ ഇക്വേഷൻസ് എഴുതാം. ആദ്യത്തെ കേസിൽ 11.6 = ലെങ്ത് നമുക്ക് അറിയില്ല / ട്രെയിനിൻ്റെ സ്പീഡ് അറിയില്ല എക്സ് എന്നിട്ടു. ആളുടെ സ്പീഡ് എത്രയാണ്? 5.85. രണ്ടാമത്തെ കേസിൽ 11.8 = L / x മൈനസ് 6.3 km/h. അപ്പോൾ ഇത് km/hലാണ്. അപ്പോൾ നമ്മൾ m/s ആക്കണമെങ്കിൽ 5/80 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ഇക്വേഷനും കൂടി ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ആ മാറ്റുന്ന ഫ്രാക്ഷൻ ആ ഒരു ഫാക്ടർ എന്തായി പോകും? അതും കട്ടായി പോകും. അതുകൊണ്ട് എഴുതുന്നില്ല. ഇവിടുന്ന് എല്ലും കട്ടായി.
അപ്പോൾ എന്ത് വന്നു 11/11.6 ഡിവൈഡ് ബൈ 11.8 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 6.3 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5.85. ഓക്കെ അല്ലേ? ഇത് 2 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 5.8 എന്നും ഇവിടെ 5.9 എന്നും വന്നു. അത് നമുക്ക് തിരിച്ചെഴുതാമെങ്കിൽ എങ്ങനെ വരും? 5.9 ഡിവൈഡഡ് ബൈ 5.8 ഈക്വൽ ടു എക്സ് മൈനസ് 5.85 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 6.3. ഓക്കെ ആണല്ലോ? സെയിം ഇക്വേഷൻ ഒന്ന് തിരിച്ചെഴുതിയെന്നുള്ളൂ. ഇനി ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്താൽ മതി? കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ യൂസ് ചെയ്യാം. അതായത് എ ബൈ ബി ഇസ് ഈക്വൽ ടു എക്സ് ബൈ വൈ ആണെങ്കിൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. ഇതാണ് കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ റൂള്. അതേ സംഭവം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? 5.9 പ്ലസ് 5.8 ഡിവൈഡഡ് ബൈ 5.9 മൈനസ് 5.8 എത്ര വരും? ഇവിടെ 12.7 ഡിവൈഡഡ് ബൈ 11.7 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ ടു എക്സ് മൈനസ് 5.85 പ്ലസ് എക്സ് മൈനസ് 6.3. അപ്പോൾ 2x മൈനസ് 5 1 12.15 എന്ന് വരും. ഡിവൈഡഡ് ബൈ ഇത് കുറയ്ക്കുമ്പോൾ എക്സും പോകും. ബാക്കി എത്ര വരിക? 0.45 എന്നായിരിക്കും വരുന്നത്. ഇത് നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരുന്നത്? ഡെസിമൽ പോകും. 117 ഇസ് ഈക്വൽ ടു ഈ ഒരു സംഭവം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x മൈനസ് 12.15 ഈക്വൽ ടു 117 ഇൻറ്റു 0.45. അപ്പോൾ 2x മൈനസ് 12.15 ഈക്വൽ ടു 52.65. 2x എത്ര വന്നു? ഇതേ പ്ലസ് 15 ഈക്വൽ ടു 10 8 4 6. അപ്പോൾ 2x ഇസ് ഈക്വൽ ടു 64.8 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ഇതേ ഡിവൈഡ് ബൈ 2 32.4. ഏതാണ് ഓപ്ഷൻ? 32.4 ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ ആയല്ലോ? രണ്ട് ഇക്വേഷനും എഴുതി അത് നമ്മൾ ഡിവൈഡ് ചെയ്തു. അല്ലെങ്കിൽ ഓക്കെ, ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തിരുന്നത്? ട്രെയിനിൻ്റെ സ്പീഡായിരുന്നു, അതായിരുന്നു ചോദിച്ചിരുന്നത്. അടുത്തത്, മോഹൻ ഡിവൈഡ്സ് 18,935 by a certain number. If the quotient and the remainder he gets are 102 and 65 respectively, then the divisor is 18,935 ഏതോ ഒരു നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. 18,935 ഇപ്പോൾ എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? കോഷ്യൻ്റ് ആയിട്ട് 102. അപ്പോൾ ഇവിടെ എത്രയോ നമ്പർ ഉണ്ട്. റിമൈൻഡർ ആയിട്ട് 65 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എങ്ങനെ കാണാം? 102 ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂന്ന് നമ്മുടെ തന്നിരിക്കുന്ന 18,935 ഈ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 65 കിട്ടുക. അതായത് തന്നിരിക്കുന്ന നമ്പർ ഈക്വൽ ടു കോഷ്യൻ്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. മനസ്സിലായോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാമെങ്കിൽ നമ്മൾ 20 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കോഷ്യൻ്റ് ആയിട്ട് എത്ര കിട്ടി? 6 18/2. അപ്പോൾ 20 ഈക്വൽ ടു എങ്ങനെ വന്നു? കോഷ്യൻ്റ് ഇൻറ്റു അല്ലെങ്കിൽ ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് 2 അല്ലേ? അതേപോലെയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്പർ ഇസ് ഈക്വൽ ടു കോഷ്യൻ്റ് ഡിവൈസർ പ്ലസ് റിമൈൻഡർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് കോഷ്യൻ്റ്? 102 ഇൻറ്റു എക്സ്. അപ്പോൾ 102x പ്ലസ് 65 ഈക്വൽ ടു 18,935. 18,935. അപ്പോൾ 102x എത്ര വന്നു? 65 കുറയ്ക്കുമ്പോൾ 0 18,870. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇതേ ഡിവൈഡ് ബൈ 102. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 185. ഓപ്ഷൻ നമ്പർ 1. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് വാ. Melting a hemisphere of radius 7 cm, 4 small identical spheres are made. What is the radius of the spheres?
ഒരു ഹെമിസ്ഫിയർ 7 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. ഇത് മെൽറ്റ് ചെയ്തിട്ട് 4 ചെറിയ ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ആക്കി മാറ്റിയേക്കാണ്. ഇതിൻ്റെ റേഡിയസ് ആണ് കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്യുന്ന കേസിൽ എന്താണ്, നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സാധനം കിട്ടുന്ന സാധനത്തിൻ്റെ വോളിയം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഒരു ഹെമിസ്ഫിയറിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താ, 2/3 πr³ ആണ് ഹെമിസ്ഫിയറിൻ്റെത്. ഫുൾ സ്ഫിയർ ആണെങ്കിൽ 4/3 πr³. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 2/3 πr³ എത്രയാണ്, 7 × 7 × 7 ഈക്വൽ ടു 2/3 × 2 × പൈ. 4ന് 2 × 2 എന്ന് എഴുതിയെന്നുള്ളൂ, r³. പൈയും ക്യാൻസലായി, 2/3 2/3 ക്യാൻസലായി. അപ്പോൾ r³ ഈക്വൽ ടു എത്ര വന്നു, 7 × 7 × 7 ഡിവൈഡഡ് ബൈ ഓക്കെ ഇവിടെ 4 എണ്ണം അല്ലേ. അപ്പോൾ നമ്മൾ ആ 4 എണ്ണത്തിൻ്റെ വോളിയം ആണ് ഈക്വൽ ആവുക. ഇവിടെ എത്ര ബാക്കിയുണ്ട്, 4 × 2 8 ബാക്കിയുണ്ട്. അപ്പോൾ r ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 7 × 7 × 7 ഡിവൈഡഡ് ബൈ 8. 7 × 7 × 7ൻ്റെ ക്യൂബ് റൂട്ട് 7 ആണ്, ഡിവൈഡഡ് ബൈ 8ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആൻസർ എത്ര വന്നു, 3.5 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ നമ്പർ 3. അടുത്ത ക്വസ്റ്റ്യൻ, the average score in a test for 50 students is 44. Out of the total students, 40% of the students are girls and the rest are boys. The average score of boys is 20% less than that of girls. What is the average score of the girls? ഒരു ക്ലാസ്സിൽ മൊത്തം 50 കുട്ടികളാണ്. അവരുടെ ആവറേജ് എത്രയാണ്, 44 ആണ്. ഇതിൽ 40% കുട്ടികൾ പെൺകുട്ടികളുമാണ്, ബാക്കിയുള്ളത് ആൺകുട്ടികളാണ്. അതായത് 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികളുടെ ആവറേജ് സ്കോർ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ആവറേജ് സ്കോർ പെൺകുട്ടികളുടെ ആവറേജ് സ്കോറിനേക്കാളും എത്ര ശതമാനം കുറവാണ്, 20% കുറവാണ്. ചോദിച്ചിരിക്കുന്നത് പെൺകുട്ടികളുടെ ആവറേജ് കാണാണ്. അപ്പോൾ നമുക്കിത് അലിഗേഷൻ വെച്ചിട്ട് ചെയ്യാം. അലിഗേഷനിൽ എങ്ങനെയാണ് വരിക, ഈ സൈഡിൽ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ്, അപ്പുറത്തെ സൈഡിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ്, നടുക്ക് എന്ത് വരും, ഈ ഫുൾ ടീമിൻ്റെ മൊത്തത്തിലുള്ള ആവറേജ്, താഴെ N1ൻ്റെയും N2ൻ്റെയും ഓരോ ഗ്രൂപ്പിൽ എത്ര പേരുണ്ടായിരുന്നു അവരുടെ റേഷ്യോ മതി, ആക്ച്വൽ വാല്യൂ വേണ്ട. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അലിഗേഷൻ വെച്ചിട്ട് എഴുതുന്നത്. അപ്പം നമ്പർ എങ്ങനെ വരുന്നത്, ഗേൾസ് ബോയ്സ്, ടോട്ടലിൻ്റെ 40% ഗേൾസാണ്. അപ്പോൾ റിമൈനിങ് എത്രയാണ്, 60. പറഞ്ഞു നമ്പറിൻ്റെ റേഷ്യോ മതി, ആക്ച്വൽ നമ്പർ വേണ്ട. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും, 2:3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്പറായി. ഇനി ആവറേജിൻ്റെ റേഷ്യോ എടുക്കണം. ആവറേജ് ഗേൾസിൻ്റെനേക്കാളും 20% കുറവാണ് ബോയ്സിന്. അപ്പോൾ 20%നെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1/5 ആണ് വരിക. അപ്പോൾ ഇവരുടെ റേഷ്യോ എങ്ങനെ വരും, പെൺകുട്ടികൾക്ക് 5 ആണെങ്കിൽ ആൺകുട്ടികൾക്ക് 4 ആണ്, 4x 5x. അതായത് ഇപ്പോൾ ഒരു നമ്പറിൻ്റെ 20% 1/5 ആണ്. അപ്പോൾ ആദ്യം പെൺകുട്ടികളുടെ 5x ആണെങ്കിൽ ബോയ്സിൻ്റെ എത്ര വരും, 20% കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറയ്ക്കുക. 5 - 1 4 ആയിരിക്കും എന്ത്, ബോയ്സിൻ്റെ ആവറേജ്. അപ്പോൾ നമുക്ക് നമ്പറും കിട്ടി, ആവറേജിൻ്റെ റേഷ്യോയും കിട്ടി. നമ്മൾ ആ ഒരു ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ ഇവിടെ ഗേൾസ് ബോയ്സ് 5x 4x, നടുക്കത്തെ വാല്യൂ അറിയാമല്ലോ 44, ബോയ്സിൻ്റെ ഗേൾസിൻ്റെ റേഷ്യോ 2:3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ, ടോട്ടൽ നമ്പർ ആഡ് ചെയ്യുക. 5x × 2 പ്ലസ് 4x × 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടുത്തെ 50 എടുക്കരുത്, നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് തന്നെ എടുക്കുക, 2 + 3 5 ഈക്വൽ ടു ഇവരുടെ ആവറേജ് 44. ഓക്കെ അല്ലേ, 44. ഇവിടെ 10x + 12x 22x ഈക്വൽ ടു x ഈക്വൽ ടു 5 എന്തോ എങ്ങോട്ടേക്ക് പോകും, 44ൻ്റെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായി, x 50 ആയി. നമ്മൾ ചോദിച്ചത് ആരുടെ ആവറേജാണ്, ഗേൾസിൻ്റെ ആവറേജ്. അപ്പോൾ നമ്മൾ ഗേൾസിൻ്റെ ആവറേജ് ഇവിടെ 2 × 5 10 ആണ്. അപ്പോൾ ഗേൾസിൻ്റെ ആവറേജും ബോയ്സിൻ്റെ ആവറേജും നമ്മൾ 5x എന്നും 4x എന്നും അല്ലേ എടുത്തത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ ഗേൾസിൻ്റെ ആവറേജ് എത്രയാണ്, 5 × 10 ഈക്വൽ ടു 50. ഓപ്ഷൻ നമ്പർ 4 ക്ലിയർ ആണല്ലോ. അടുത്തത്
A silver puja thali set marked at rupees 10,000 is sold with two successive discounts of 10% and 5%. An additional 5% discount is offered if the payment is made in cash mode. Find the selling price of the article on cash payment. ഒരു സിൽവർ പൂജ താലിയുണ്ട്, അതിൻ്റെ മാർച്ച് പ്രൈസ് 10,000 ഓൾ അതിന് 10%ഉം 5%ഉം ഡിസ്കൗണ്ട് എന്തായാലും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തും കൂടി കൊടുക്കുന്നുണ്ട്, അത് ക്യാഷിലാണ് പേ ചെയ്യുന്നതെങ്കിൽ ഒരു എക്സ്ട്രാ 5% കൂടി ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിക്കുന്നത്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാർച്ച് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെ റേഷ്യോ എങ്ങനെ എടുത്തു? 10:9. അതെങ്ങനെയായിരുന്നു? 10നെ ഫ്രാക്ഷൻ ആക്കിയപ്പോൾ 1/10 ആയി. ഇപ്പോൾ ഡിനോമിനേറ്ററിലെ വാല്യൂവിനെ മാർച്ച് പ്രൈസും ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്റർ കുറച്ചിട്ടുള്ള വാല്യൂവിനെ സെല്ലിംഗ് പ്രൈസ് ആക്കി എടുത്തു. അതേപോലെ ഇവിടെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വരും? ആദ്യത്തത് 10% ആകുമ്പോൾ 10, 9. രണ്ടാമത്തത് 5% ആണ്. 5%നെ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? 1/20 ആണ്. അപ്പോൾ 20 ആണ് മാർച്ച് പ്രൈസ് എങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 1/20 അല്ലേ? 20 - 1 19. എഗെയിൻ രണ്ടാമത്തെ എക്സ്ട്രാ കൊടുക്കുന്നത് എത്ര തന്നെയാണ്? 5% ആണ്. അപ്പോൾ 20 മാർച്ച് പ്രൈസായി, 19 എന്തായി? സെല്ലിംഗ് പ്രൈസായി. അപ്പോൾ മാർച്ച് പ്രൈസ് ടോട്ടൽ എത്ര വന്നു? 10 × 20 × 20. നമ്മൾ ഫുൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ മാർച്ച് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ആണെങ്കിൽ 9 × 19 × 19. ഈ മാർച്ച് പ്രൈസിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്? 10,000 ആണ്. 10,000 ആണ് എന്തെന്ന് പറയുന്നത്? ഇവിടുത്തെ 10 × 20 × 20 എന്ന് പറയുന്ന മാർച്ച് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ ആണ് 10,000. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 10,000 ഡിവൈഡ് ബൈ ഇത്രയും വാല്യൂ. അങ്ങനെയാണെങ്കിൽ കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ എത്ര വരും? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 10,000 ഡിവൈഡഡ് ബൈ 10 × 20 × 20 × 9 × 19 × 19. ഇനി എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ഓപ്ഷനിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് 9ൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുക? സമ്മിൻ്റെ ഡിജിറ്റിൻ്റെ സം എന്തായിരിക്കും? 9ഓ 9ൻ്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 10, 13, 5 ടോട്ടൽ എത്രയായി? 13 + 5 18 ആയി. അപ്പോൾ ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ 9ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ 2. അടുത്ത ദിവസത്തിലേക്ക് പോവാം. ഇഫ് 4 tan A is equal to 3, then ഇത് cos square A എന്നും sin square A എന്നുമാണ്. ദെൻ ഫൈൻഡ് cos square A - sin square A. അപ്പോൾ 4 tan A 3 ആണെങ്കിൽ, അതായത് 4 tan A = 3 ആണെങ്കിൽ ഇതിന് tan A കാണാമല്ലോ. tan A is equal to 3/4. tan Aയുടെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എത്രയായി? 3 ആയി. അഡ്ജസൻറ്റ് സൈഡ് 4 ആയി. ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും 3ഉം 4 ആണെങ്കിൽ, അല്ലെങ്കിൽ ബേസും ഹൈറ്റും 3ഉം 4 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്ര വരും? ഇത് പൈതഗോറസ് ട്രിപ്ലറ്റ് അല്ലേ? അപ്പോൾ 3, 4, 5. അപ്പോൾ എല്ലാ വാല്യൂ ആയി. ഇനി എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കോസ് എ, കോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? 4 ആണ്. 4 ഹൈപ്പോട്ടന്യൂസ് ദ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 3 ആണ്. 3/5 ദ ഹോൾ സ്ക്വയർ. എത്ര വന്നു? 16 - 9/25 ഈക്വൽ ടു 7/25. അത് ഓപ്ഷൻ നമ്പർ 2. അടുത്ത ക്വസ്റ്റ്യൻ. Abhay can do a work in 22 days. Nidhi is 28% more efficient than Abhay. The number of days Nidhi will take to do the same piece of work is. അബയ്ക്ക് 22 ദിവസം കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിധി അബയിനേക്കാളും 28% മോർ എഫിഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിധിക്ക് എത്ര ദിവസം കൊണ്ടാണ് ഈ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റുക? അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ ഇതാണെങ്കിൽ അബയും നിധിയും. നിധി അബയിനേക്കാളും 28% മോർ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ 28%നെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ എത്ര വരും? 7/25 എന്ന് വരും. അതായത് 28% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ 28 എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിനെ 2നെ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 7ഉം 25ഉം കിട്ടും. നമ്മൾ ആ മറ്റ് ആവറേജിൻ്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ അവിടെ 20% കൂടുതലായിരുന്നു ആവറേജ്. അപ്പോൾ നമ്മൾ 20%ൻ്റെ 1/5 അവിടെ 20% കുറവായിരുന്നു. അപ്പോൾ 20%നെ 1/5 എടുത്തിട്ട്, ഇപ്പോൾ ഗേൾസിനെ വെച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗേൾസിൻ്റെ 5 ആണെങ്കിൽ ബോയ്സിൻ്റെത് കുറവ്. അപ്പോൾ 5 - 1 എടുത്തു. ഇവിടെ എങ്ങനെ തന്നെ പറഞ്ഞേക്കുന്നത്? നിധി
അബൈനേക്കാളും 28% കൂടുതലാണ്. അപ്പോൾ അബൈനെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അബൈയുടെ 25 ആണെങ്കിൽ നിധിയുടെ എത്ര വരും? 25 + 7 32 ആയിരിക്കും നിധിയുടെ എഫിഷ്യൻസി. മനസ്സിലാവുന്നുണ്ടല്ലോ? കാരണം നിധി അബൈനേക്കാൾ 28% മോർ എഫിഷ്യൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിലെ വാല്യൂ ആര് ബേസ് ചെയ്തിട്ടാണോ പറയുന്നത്? ഇവിടെ ആര് ബേസ് ചെയ്തിട്ട്? അബൈനേക്കാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അബൈനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ 25 ആർക്ക് കൊടുക്കുക? അബൈക്ക് കൊടുക്കുക. അബൈയുടെ എഫിഷ്യൻസിയാണ് 25 യൂണിറ്റ്, നിധിയുടേതാണ് 32 യൂണിറ്റ്. ഇനിയോ അബൈയുടെ ഡേയ്സ് തന്നിട്ടുണ്ട്. എത്ര ദിവസം വേണം? 22 ദിവസമാണ് അബൈക്ക് വേണ്ടത്. അപ്പോൾ ടോട്ടൽ വർക്ക് കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ വർക്ക് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി. അപ്പോൾ അബൈയുടെ നമ്പർ ഓഫ് ഡേയ്സും അറിയാം, എഫിഷ്യൻസി അറിയാം. അപ്പോൾ എത്ര വരും? 25 × 22. ഇതാണ് ടോട്ടൽ വർക്ക്. നിധിക്കാണ് എത്ര ദിവസം വേണ്ടതെന്ന് കാണേണ്ടത്. അപ്പോൾ നിധിയുടെ എഫിഷ്യൻസി 32 ആണ്. നിധിക്ക് വേണ്ട ഡേയ്സ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക്, അതായത് 25 × 22 / 32. 2 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 11ഉം 16ഉം വന്നു. 275/16. 16 × 17 എത്രയാണ്? 272 ആണ്. ശിഷ്ടം എത്ര വരും? 3 വരും. അപ്പോൾ 3/16. 17 3/16. ഓപ്ഷൻ നമ്പർ 4. അടുത്തത് എ വേരീസ് ഡയറക്ട്ലി വിത്ത് ബി വെൻ എ ഈസ് ഈക്വൽ ടു 52, ബി ഈസ് ഈക്വൽ ടു 91. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ വെൻ ബി ഈസ് ഈക്വൽ ടു 126. എയും ബിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് എ കൂടുമ്പോൾ ബി കൂടും, എ കുറഞ്ഞു കഴിഞ്ഞാൽ ബി കുറയും. A1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു B1, A2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു B2. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? A1/A2 ഈക്വൽ ടു B1/B2. A1ൻ്റെ വാല്യൂ 52 ആണ്, A2 ആണ് കാണേണ്ടത്. B1 91 ആണ്, B2 എത്രയാണ്? 126 ആണ്. അപ്പോൾ എയുടെ വാല്യൂ എത്ര വരും? A ഈസ് ഈക്വൽ ടു 52 × 126 / 91. 13 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 7, 4, 18, 72. ഓക്കെ അല്ലേ? അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 4? തന്നിരിക്കുന്നതിൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യ ഏതാണ്? നമ്മളെങ്ങനെ 4യുടെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുക? ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ആ സംഖ്യകളെ നമുക്ക് 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. നോക്കുക, 72. 72 എന്താണ്? 4 × 18 ആണ് 72. ഇവിടെയാണെങ്കിൽ 92 വരും. അപ്പോൾ 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 8, 12, 3. ഇവിടെയാണെങ്കിൽ 94. 94 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 16 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ നമ്പർ 3 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, ഇഫ് 36 liters of 20% milk solution is mixed with 48 liters of 10% milk solution, then what will be the percentage concentration of milk in the final solution? 36 ലിറ്ററിൽ 20% വരുന്ന ഒരു മിൽക്ക് സൊല്യൂഷനും 48 ലിറ്ററിൽ 10% വരുന്ന മിൽക്ക് സൊല്യൂഷനും മിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടിയ സൊല്യൂഷനിൽ മിൽക്കിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? എത്ര കോൺസെൻട്രേഷൻ ഉണ്ട്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ ആദ്യത്തിൽ മിൽക്ക് എത്ര വരും? ടോട്ടൽ 36 ആണ്. അതിൽ 20%. അപ്പോൾ 20% 20/100 ഇട്ടാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 1/5 എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതുക. എത്ര വരും ആൻസർ? 7.2 എന്ന് വരും ഇല്ലേ? അപ്പോൾ ആദ്യത്തെ കേസിൽ 7.2 ആണ് മിൽക്കുള്ളത്. രണ്ടാമത്തേലാണെങ്കിൽ 48ൻ്റെ 1/10, അതായത് 4.8 ആണ് ഇവിടെയുള്ള മിൽക്ക്. അപ്പോൾ ടോട്ടൽ മിൽക്ക് എത്രയായി? 7. ടോട്ടൽ മിക്സ്ചറിലുള്ള മിൽക്ക് 7.2 + 4.8, 12 ആണ് ടോട്ടലുള്ളത്. മിൽക്ക് മാത്രം. ടോട്ടൽ സൊല്യൂഷൻ എത്രയുണ്ട്? ആദ്യം 36, ഇപ്പോൾ 48. അപ്പോൾ എത്ര വന്നു? 84 വന്നു അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺസെൻട്രേഷൻ പെർസെൻറ്റേജിൽ കാണാം. എത്രയുണ്ട് മിൽക്ക് സൊല്യൂഷൻ എത്രയുണ്ട്? അതായത് 12 ഉണ്ട് മിൽക്ക്, അതിൽ സൊല്യൂഷൻ ടോട്ടൽ എത്രയുണ്ട്? 84. അപ്പോൾ ടോട്ടലിൽ, അതായത് മിൽക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ 12/84. 12 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ 7 വരും. 100/7 എന്ന് പറയുന്നത് 14.28%. ഓപ്ഷൻ നമ്പർ 3.
അടുത്തത് റേഷ്യോ ഓഫ് രാഹുൽസ് ഏജ് ആൻഡ് ഹിസ് സൺ അമ്മൻസ് ഏജ് ഇസ് 9:1 ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഏജ് ഈസ് 144. വാട്ട് വിൽ ബി ദ സം ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 4 years? രാഹുലിൻ്റെയും രാഹുലിൻ്റെ മകൻ അമൻ്റെയും ഏജിൻ്റെ റേഷ്യോ 9:1 ആണ്. അപ്പോൾ ഇവരുടെ ഏജിൻ്റെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് 144. വാട്ട് വിൽ ബി ദ സം ഓഫ് ദെയർ ഏജസ് ആഫ്റ്റർ 4 years? 4 വർഷത്തിന് ശേഷം അവരുടെ രണ്ടുപേരുടെയും ഏജിൻ്റെ സം എത്രയായിരിക്കും? ഇതാണ് കാണേണ്ടത്. അപ്പോൾ രാഹുൽ അമൻ 9:1. ഇപ്പോൾ 9x 1x എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ഏജിൻ്റെ പ്രൊഡക്റ്റ്, അതായത് 9x². 9x² എത്രയാണ്? 144 ആണ്. അപ്പോൾ x² എക്സ് എത്ര വരും? 144 ഡിവൈഡഡ് ബൈ 9 അല്ലേ? ഇപ്പോൾ 12ൻ്റെത് 144ൻ്റെ എന്താണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 12ഉം 9ൻ്റെ 3ഉമാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഏജിൻ്റെ സം എത്രയാണ്? രണ്ടുപേരുടെയും കൂടി കൂട്ടിയിട്ട് 10x ആണ്. 10x എന്ന് പറയുമ്പോൾ 10 × 4, കാരണം എന്താ എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 40 കിട്ടി. 4 വർഷത്തിന് ശേഷം എത്രയാകും? 44 ആണോ? അല്ല, കാരണം രണ്ടുപേരിലും എത്ര വെച്ച് കൂടുന്നുണ്ട്? 4 കൂടുന്നുണ്ട്. രാഹുലിന് 4 കൂടുന്നുണ്ട്, അമന് 4 കൂടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കൂടുന്നുണ്ട്? 8 കൂടുന്നുണ്ട്. അപ്പോൾ എത്രയായിരിക്കും അവരുടെ സമ്മ്? 48. ഏത് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ 2. ക്ലിയർ അല്ലേ? അടുത്തത് the following chart represent the demand and production of 5 companies V, W, X, Y and Z. If K percentage of the production of company W equals the production of company Z, then the value of K. ചാർട്ടിൽ ഡിമാൻഡും പ്രൊഡക്ഷനും തന്നേക്കുന്നത് എത്ര കമ്പനിയുടെ? ഒരു 5 കമ്പനിയുടെ തന്നിട്ടുണ്ട്. ഇതിൽ W എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്ഷൻ ഏതാ? പ്രൊഡക്ഷൻ ഈ റെഡ് കളറിൽ കാണിക്കുന്നതാണ് പ്രൊഡക്ഷൻ. അപ്പോൾ W എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്ഷൻ 1600 ആണ്. ഇതിൻ്റെ K പെർസെൻറ്റേജ് എന്ന് കഴിഞ്ഞാൽ K/100 ഈക്വൽ ടു എന്താണെന്ന് പറഞ്ഞേക്കുന്നത്? ഇസഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്ഷൻ. ഇസഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്ഷൻ എത്രയാണ്? 2400 ആണ്. 0യും 0യും കട്ട് ചെയ്തു. 4 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4, 600, 150. Kൻ്റെ വാല്യൂ എത്രയാണ്? 150. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 3. ക്ലിയർ ആണല്ലോ? ചെറിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് A sells an article to B at a gain of 16%, B sells it to C at a loss of 15%, and C sells it to D at a gain of 20%. If the difference between the profit earned by C and A is ₹248, then the loss incurred by B is. എന്താണ്? A ഒരു ആർട്ടിക്കിൾ ബിക്ക് 16% ലാഭത്തിലും ബി അത് സിക്ക് 15% നഷ്ടത്തിലും സി ഡിക്ക് 20% ഗെയിനിലും ഇങ്ങനെ വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെയും സിക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെയും ഡിഫറൻസ് 248 രൂപയാണ്. കാണേണ്ടത് ബിക്ക് എത്ര രൂപ നഷ്ടം വന്നു? ഇതാണ് കാണേണ്ടത്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. റേഷ്യോ മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ 16%നെ ഫ്രാക്ഷനാക്കി കഴിഞ്ഞാൽ 4/25 എന്ന് വരും. അങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഡിനോമിനേറ്ററിൽ വരുന്ന വാല്യൂവിനെ എന്താക്കി എടുക്കുക? ഡിനോമിനേറ്റർ കോസ്റ്റ് പ്രൈസ് ആയിട്ട് എടുക്കുക. ഡിനോമിനേറ്റർ കോസ്റ്റ് പ്രൈസ്. ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ലാഭമാണ് പറയുന്നതെങ്കിൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ലോസ് ആണെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് 25 + 24 29 ആണ് സെല്ലിംഗ് പ്രൈസ് വരിക. നമുക്കിത് എഴുതി നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ ആരാണ്? എയുടെ കാര്യം എഴുതുമ്പോൾ 25 എത്രയായി? 29 ആയി. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ്. ഇനി എയുടെ സെല്ലിംഗ് പ്രൈസ് ബീനെ സംബന്ധിച്ച് എന്താണ്? എയുടെ കയ്യിൽ നിന്ന് ബി ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ബീനെ സംബന്ധിച്ച് എയുടെ സെല്ലിംഗ് പ്രൈസ് എന്താണ്? ബിക്ക് അത് കോസ്റ്റ് പ്രൈസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് എ 29 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അത് ആരാ മേടിക്കുന്നത്? ബി ആണ് മേടിക്കുന്നത്. അപ്പോൾ ബീനെ സംബന്ധിച്ച് 29 എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ്. അല്ലാതെ ബി എത്ര പെർസെൻറ്റേജിനാണ് കൊടുക്കുന്നത്? 15% നഷ്ടത്തിനാണ് കൊടുക്കുന്നത്. 15% എന്ന് പറയുമ്പോൾ 3/20 എന്നാണ് വരിക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കോസ്റ്റ് പ്രൈസിന് 20 എന്നും ലോസ് ആയതുകൊണ്ട് സെല്ലിംഗ് പ്രൈസിന് 20 - 3 17 എന്ന് കൊടുക്കണം. ഈ 3 എവിടെ നിന്നാണ് വന്നത്? ന്യൂമറേറ്ററുള്ള 3 ആണ്. ഓക്കെ, അപ്പോൾ 29 ആരുടെ പ്രോഫിറ്റ്, ആരുടെ സെല്ലിംഗ് പ്രൈസാണ്? കോസ്റ്റ് പ്രൈസാണ്. ബിയുടെ കോസ്റ്റ് പ്രൈസാണ്. ഈ ഒരു പെർസെൻറ്റേജിൽ നിന്ന് ബിയുടെ കോസ്റ്റ് പ്രൈസ് എത്ര വന്നു? 20 വന്നു. നമ്മൾ 29ൻ്റെ താഴെ തന്നെ എന്തെഴുതുക? 20 എഴുതുക. അത് കഴിഞ്ഞ് സെല്ലിംഗ് പ്രൈസ് 17. എഗെയിൻ ബിയുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സിക്ക് എന്താണ്? സിക്ക് അത് കോസ്റ്റ് പ്രൈസ് ആണ്.
സി എത്ര പെർസെൻറ്റേജിനാണ് വിൽക്കുന്നത്? സി 20%-നാണ്, 20% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 5ഉം സെല്ലിംഗ് പ്രൈസ് 6ഉം വരും. അപ്പോൾ ഈ കോസ്റ്റ് പ്രൈസ് 5 എന്തിൻ്റെ താഴെ എഴുതണം? ഓൾറെഡി ഉള്ള 17ൻ്റെ താഴെ എഴുതണം. കാരണം ബിയുടെ സെല്ലിംഗ് പ്രൈസ് സീനെ സംബന്ധിച്ച് കോസ്റ്റ് പ്രൈസ് ആണ്. ഈ ഒരു പെർസെൻറ്റേജിൽ നിന്ന് സീൻ്റെ കോസ്റ്റ് പ്രൈസ് 5ഉമാണ്. അപ്പോൾ 5 6ആയി. അപ്പോൾ ഇതേപോലെ നമ്മൾ റേഷ്യോ എഴുതി കഴിഞ്ഞിട്ട് വേക്കൻറ്റ് സ്പേസ് വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? സെയിം ലൈനിൽ തൊട്ടടുത്തുള്ള നമ്പർ എഴുതാം. ഇവിടെ ഏതാ അടുത്തുള്ള നമ്പർ? 29. ഇവിടെയാണെങ്കിൽ 20 ആണ് അടുത്തുള്ളത്, ഇപ്പുറത്താണെങ്കിൽ 17ൻ്റെ അടുത്താണുള്ളത്. 5. അപ്പോൾ ഇത് എയുടെ ഫുൾ കോസ്റ്റ് പ്രൈസ്, ഇത് ബിയുടെ കോസ്റ്റ് പ്രൈസ്, സിയുടെ കോസ്റ്റ് പ്രൈസ്, ഡിയുടെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇത് എയുടെ കോസ്റ്റ് പ്രൈസ്, ബിയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എനെ സംബന്ധിച്ച് സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ ഇത് എത്ര വരും? 2500, 2900. എത്ര വരും? 2465, 2958. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവരുടെ കോസ്റ്റ് പ്രൈസിൻ്റെ റേഷ്യോസ് വരിക. ഇനി പറഞ്ഞേക്കുന്നത് സിയുടെയും എയുടെയും പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ്. ഇവിടെ എത്ര പ്രോഫിറ്റ് വരുന്നത്? എക്ക് കിട്ടുന്നത് 400 രൂപ പ്രോഫിറ്റും സിക്ക് കിട്ടുന്നത് 493. ബിക്ക് കിട്ടുന്നത് എത്ര? ബിക്ക് ഇവിടെ എന്താണ്? ലോസാണ്. കാരണം 2900 രൂപയ്ക്ക് വാങ്ങിച്ചത് സിക്ക് എത്ര രൂപയ്ക്ക് വിറ്റേക്കുന്നത്? 2465 വിറ്റേക്കുന്നത്. അപ്പോൾ ലോസാണ് സംഭവിക്കുന്നത്. എത്ര ലോസ്? 435 രൂപ നഷ്ടമാണ് സംഭവിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 400ഉം ബിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആയിട്ടുള്ള 493 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 93 ഈ 93 യൂണിറ്റാണ് എത്രയെന്ന് പറഞ്ഞേക്കുന്നത്? 248 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയായി? 248/93. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ബിക്ക് എത്ര രൂപയാണ് നഷ്ടം വന്നേക്കുന്നത്? ബിക്ക് എത്ര രൂപ നഷ്ടം വന്നേക്കുന്നത്? 435 രൂപ. അപ്പോൾ ഒരു യൂണിറ്റ് എത്രയാണെങ്കിൽ 435 യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാകും? 248/93 ഇൻറ്റു 435. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? ഓപ്ഷൻ നമ്പർ 4, 1160 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. ഇത് ഒരു മെത്തേഡ്. ഇല്ലെങ്കിൽ നമുക്ക് 100 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലും ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ എയുടെ കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് കരുതാം. എയുടെ കോസ്റ്റ് പ്രൈസ് 100 ആണ്. എ ഇത് എത്ര പെർസെൻറ്റേജ് ലാഭത്തിലാണ് വിൽക്കുന്നത്? 16% ലാഭത്തിലാണ് വിൽക്കുന്നത്. അപ്പോൾ 100ൻ്റെ 16% കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരിക? 116 വരും. അതേപോലെ ബി ഇത് എത്ര പെർസെൻറ്റേജ് നഷ്ടത്തിനാണ് വിൽക്കുന്നത്? 20% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. 116ൻ്റെ 20% നഷ്ടത്തിൽ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 116 ഇൻറ്റു 17/20. 17 എങ്ങനെ വന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ? 3/20 എന്നായിരിക്കും 15ൻ്റെ റേഷ്യോ ഫ്രാക്ഷൻ വരിക. അപ്പം ഡിനോമിനേറ്റർ ആയ 20യിൽ നിന്ന് ന്യൂമറേറ്റർ ആയിട്ടുള്ള 3 കുറയ്ക്കുമ്പോഴാണ് 17/20 എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരിക? 98.6 എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. അതേപോലെ സി ഇനി എന്താ ചെയ്യുന്നത്? സി 20% ഗെയിൻ ആർക്ക് വിൽക്കുകയാണ്? ഡിക്ക് വിൽക്കുകയാണ്. 20% ഗെയിൻ എന്ന് പറയുമ്പോൾ 6/5. 20 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. 1/5 20% ലാഭത്തിൽ എന്ന് പറയുമ്പോൾ 6/5 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഡിയുടെ വാല്യൂ എത്ര വരും? 118.32. ഓക്കെ, ഇത്രയാണ് വരിക. ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? എക്ക് കിട്ടുന്ന ലാഭം കാണുക, സിക്ക് കിട്ടുന്ന ലാഭം കാണുക, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അത് 248 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് ബിയുടെയും ലോസ് കണ്ടിട്ട് അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ എത്ര തന്നെ കിട്ടുക? ഓപ്ഷൻ നമ്പർ 4 ആയിരിക്കും കിട്ടുക. ക്ലിയർ ആണല്ലോ? അടുത്തത് ട്രയാങ്കിൾ എ ബി സി. പി ആൻഡ് ക്യൂ ആർ ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് സൈഡ് എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി. R is a point on the segment PQ such that PR is to RQ equal to 1:4. If PR is equal to 5 cm, then BC equal to BC ആണ് കണ്ടത്. എ ബി സി എന്നുള്ളൊരു ട്രയാങ്കിൾ. ഇതിൽ പിയും ക്യൂവും മിഡ് പോയിൻറ്റ്സ് ഓൺ എ ബി ആൻഡ് എ സി.
ഓക്കെ, ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു, അതിൻ്റെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻറ്റ്സിലാക്കിയിട്ട് വേറൊരു ലൈൻ വരച്ചു, പി ക്യു വരച്ചു. അപ്പോൾ പി ക്യുവിൻ്റെ ലെങ്ത് എന്തായിരിക്കും? പി ക്യു വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ബേസ് ബി സി. ഇവർ പാരലൽ വരയ്ക്കുന്ന മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ പി ക്യുവും ബി സിയും പാരലലും ആയിരിക്കും. അതേപോലെ തന്നെ പി ക്യുവിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ബി സിൻ്റെ ലെങ്ത്തിൻ്റെ പകുതിയായിരിക്കും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ആർ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. അപ്പോൾ പി ആർ ഈസ് ടു ആർ ക്യൂ 1:4 റേഷ്യോയിലാണ്. ഇതിൽ പി ആറിൻ്റെ ലെങ്ത്ത് 5 ആണ്. അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് 5. ഇത് ടോട്ടൽ എത്രയുണ്ട്? 1 + 4 5 യൂണിറ്റ് ഉണ്ട്. പി ആർ പ്ലസ് ആർ ക്യൂ ഈക്വൽ ടു 1 + 4 ഈസ് ഈക്വൽ ടു 5 യൂണിറ്റ്. ഒരു യൂണിറ്റ് 5 ആണെങ്കിൽ 5 യൂണിറ്റ് എത്രയാണ്? 5 × 5 25 സെൻറ്റിമീറ്റർ ആണ് ഈ പറയുന്ന പി ക്യുവിൻ്റെ നീളം. പി ക്യുവിൻ്റെ 25 ആണെങ്കിൽ ബി സി എത്ര വരും? ഇതിൻ്റെ ഇരട്ടി. ബി സി എത്രയാണ്? 25ൻ്റെ ഇരട്ടി 50 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? അടുത്തത്, ലെറ്റ് എ ബി സി the midpoint of sides xy, yz and xz respectively of a triangle xyz. അപ്പോൾ xyz എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണിത്. ഇതിൽ എക്സ് വൈയുടെ മിഡ് പോയിൻ്റ് ആണ് ആര്? എ. yzൻ്റെ മിഡ് പോയിൻ്റ് ആണ് ബി. xzൻ്റെ മിഡ് പോയിൻ്റ് ആണ് സി റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇഫ് ദ ഏരിയ ഓഫ് എക്സ് വൈ സെഡ്, ഈ ഫുൾ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ 8464 ആണെങ്കിൽ ഉള്ളിലുള്ള എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻറ്റ്സ് കൂട്ടിച്ചേർത്ത് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഈ കിട്ടുന്ന 4 ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും? ഇവർ സിമിലർ ആയിരിക്കും. അതേപോലെ തന്നെ ഏരിയ എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ 1 യൂണിറ്റ് ആണെങ്കിൽ ഇതിൻ്റെയും 1 യൂണിറ്റ്, ഇതിൻ്റെയും 1 യൂണിറ്റ്, ഇതിൻ്റെയും 1 യൂണിറ്റ്. ടോട്ടൽ എത്ര യൂണിറ്റായി? 4 യൂണിറ്റായി. ടോട്ടൽ 4 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ് എന്ത്? പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഫുൾ ഏരിയ എത്രയത്? 8464. ആണെങ്കിൽ ഒരു യൂണിറ്റ് എത്ര വന്നു? 2116 അല്ലേ? 2116 എന്താ? എ ബി സിയുടെ ഏരിയ. എ ബി സിയുടെ അതേപോലെ ബാക്കി എല്ലാ കുഞ്ഞു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്ര തന്നെയാണ്? 2116 സെൻറ്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് വാ. If a numerator of a fraction is increased by 12% and its denominator is reduced by 8%, it gives a new fraction 16/17. What was the original fraction? ഒരു സംഖ്യയുടെ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 12% കൂട്ടി, അതേപോലെ ഡിനോമിനേറ്റർ 8% കുറച്ചു. അപ്പോൾ പുതിയതായിട്ട് കിട്ടിയേക്കുന്ന ഫ്രാക്ഷൻ എത്രയാണ്? 16/17 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒറിജിനൽ ഫ്രാക്ഷൻ എത്ര ചോദിച്ചേക്കുന്നത്? ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം. ഇനി അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ ഓപ്ഷനും ചെയ്ത് സമയം കൺസ്യൂമിങ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ആ ഒരു സംഖ്യയുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സും വൈയും ആണെന്ന് വിചാരിക്കാം. എന്താ പറയുന്നത്? എക്സ് 12% കൂട്ടി. 12% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര വരും? 3/25 ആണ് വരുന്നത്. അപ്പോൾ എക്സിന് 12% കൂട്ടി കഴിഞ്ഞിട്ട് കിട്ടുന്ന വാല്യൂ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? എക്സ് ഇൻറ്റു, അതായത് ആദ്യമേ ഉള്ള വാല്യൂ ഇൻറ്റു ഡിനോമിനേറ്റർ 25. 12% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 25 പ്ലസ് ന്യൂമറേറ്റർ 3 എത്രയാണ്? 28 ഡിവൈഡഡ് ബൈ വൈയിൽ എന്ത് മാറ്റം സംഭവിച്ചത്? 8% കുറഞ്ഞു. 8% എന്ന് പറയുമ്പോൾ 8/100 2/25 ആണ്. ഇവിടെ എന്താണ്? 8% കുറഞ്ഞു. അപ്പോൾ വൈൻ്റെ 8% കുറഞ്ഞതിന് ശേഷമുള്ള വാല്യൂ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ 25 തന്നെ, 25ന് ന്യൂമറേറ്റർ കുറയ്ക്കുക 23 ഈക്വൽ ടു 25ഉം 25ഉം കട്ടായിപ്പോയി. ബാക്കി എത്രയൊക്കെ ഉണ്ട്? 28x ബൈ 23y ഈക്വൽ ടു എന്താ ലാസ്റ്റ് കിട്ടിയേക്കുന്ന വാല്യൂ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ, 16/17. 4 വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ 4 7. അപ്പോൾ എക്സ് ബൈ വൈയുടെ വാല്യൂ എത്ര വരും? 4 × 23 ഡിവൈഡഡ് ബൈ 7 × 17 92/119. ഓപ്ഷൻ നമ്പർ 3. അടുത്തത്, വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് എ കാൽക്കുലേറ്റർ ഇഫ് എ ഷോപ്പ് കീപ്പർ അലോസ് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 7% ഈച്ച് ഓൺ ഇറ്റ്സ് മാർക്ക്ഡ് പ്രൈസ് ഓഫ് ₹500. 500 രൂപ മാർക്ക് പ്രൈസ് ഉള്ളൊരു സാധനത്തിന് ഈ 7%ൻ്റെ 2 ഈക്വൽ സക്സസീവ് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സെല്ലിംഗ് പ്രൈസാണ് കണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ
ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ മാർക്ക് പ്രൈസ് 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, അതായത് 793. എഗെയിൻ 2 തവണ ഉണ്ടല്ലോ, വീണ്ടും 100 എത്രയായി? 93 ആയി. അപ്പോൾ ടോട്ടൽ 100 സ്ക്വയർ ആണ് എന്ത്? നമ്മുടെ മാർക്ക് പ്രൈസ്, അതാണ് 500. ഇവിടെ 93 സ്ക്വയർ ആണ്. 100 സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ച്വൽ വാല്യൂ എത്രയാണ്? 500 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 500/100 സ്ക്വയർ. കാണുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 93 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി എന്താ മതി? ഈ വാല്യൂവിനെ 93 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 500 × 93 × 93 ഡിവൈഡഡ് ബൈ 100 × 100. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ നമ്പർ 3, 432.45. ഈ ഒരു ആൻസറാണ് ഫൈനലായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയായിരുന്നു ഈ ഒരു ഷിഫ്റ്റിൽ ചോദിച്ചിരുന്ന എക്സാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.